എടാ രമേശ, നീ ഇന്നലെ കൊടുത്തുവിട്ട റേഷനരി ഇനി കൊടുത്തു വിടല്ലേ? അത് തിന്നിട്ട് എന്റെ കൊച്ചുപോൾ ഇവിടെ കിടന്നു കുന്തളിപ്പോടെ കുന്തളിപ്പ്. റബ്ബർ ബന്ധ് കുതിക്കുന്നത് പോലെ അവള് കുതിക്കുന്നത്. പിന്നെ അപ്പൂപ്പനെ ഞാൻ അപ്പൂപ്പാന്നല്ലാതെ വിളിക്കാൻ പറ്റൂ? നിന്റെ അമ്മൂമ്മ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല, അറിയാമോ? ഈ വൃത്തിയേട്ട മുഖത്ത് നോക്കി അമ്മൂമ്മ എങ്ങനെ സംസാരിക്കാനാണ്? അല്ല, ഇത് അമ്മൂമ്മ പറഞ്ഞതാണേ. ഈ പറഞ്ഞ അമ്മൂമ്മ തന്നെയാണ് നിന്നെ വളർത്തി ഇങ്ങനെ വഷളാക്കുന്നത്. ചുമ്മാ അമ്മൂമ്മ എങ്ങനെ കുറ്റം പറയില്ല കേട്ടോ. അമ്മൂമ്മ ഇന്നസെന്റ് ആണ്. അപ്പൊ ഞാനാരടി? കാലകയൻ. പണ്ടെന്നെ കാണാനുണ്ടല്ലോ, നല്ല പൂവമ്പഴം പോലെ ഇരിക്കായിരുന്നു, അറിയാമോ? അത് അമ്മൂമ്മ ഇപ്പോഴും പറയും. പൂവനില്ല, വെറും പഴം. അത് പിന്നെ അപ്പൂപ്പൻ പ്രായമായില്ലേ മക്കളെ? അപ്പൂപ്പ എങ്ങനെ പ്രായമായെന്ന് വിചാരിക്കരുത്. അപ്പൂപ്പ എന്നും രാവിലെ എണീറ്റ് ഒരു റൗണ്ടൊക്കെ ഓടിയിട്ട് വാ. എന്തിന്? അപ്പൊ അപ്പൂപ്പന്റെ ഈ ശരീരത്തിന്റെ ചേപ്പൊക്കെ ഒന്ന് ശരിയായി വരും. അയ്യോ, പണ്ടൊരു ദിവസം ഞാൻ ഓടി, നാട്ടുകാരെല്ലാം കൂടെ എന്നെ ഓടിച്ചിട്ട് തല്ലി. അപ്പൊ പോടുന്നതിന് എന്തിനാണ് നാട്ടുകാർ തല്ലണത്? ഞാനല്ലേ ഓടിയത്, എന്തോ മോട്ടിച്ചോണ്ട് ഓടുവാന്നും പറഞ്ഞു. എന്നാ പിന്നെ അപ്പൂപ്പനെ നടന്നൂടെ? അയ്യോ, ഇന്നത്തെ കാലത്ത് വെളുപ്പാൻ കാലത്ത് റോഡിൽ കൂടെ നടക്കാൻ പറ്റൂല. ഒന്നിട്ട് ഇപ്പോഴും ഒന്നിടിക്കും, അല്ലെങ്കിൽ പട്ടി കടിക്കും. ഇതുപോലൊരു കുഴിമണിയൻ. നിന്റെ ഈ തക്കുത്തരം പറഞ്ഞൊരു കാര്യമാണ് നിന്റെ അപ്പനും അമ്മയും നിന്നെ അവിടെ നേരെ നോക്കാൻ വേണ്ടി നിർത്തിയിട്ട് അങ്ങ് ലോഹ ഇട്ടോണ്ട് പോയത്. ലോഹ ഇട്ടോണ്ട് പോയതെന്നാ? എന്റെ ഭഗവാനെ, ദോഹയിലോട്ട് പോയത്. എന്തായാലും ലോഹ പോലത്തെ എന്തോന്ന് ഇട്ടോണ്ടാണല്ലോ പോയത്. ശരിയാണ്. അമ്മ ചുരിദാറും അച്ഛൻ ജുബ്ബയും ഇട്ടോണ്ടാണ് പോയെ. പണ്ട പോയ തെങ്ങായാലും എന്താ കായ്ബലം ഉണ്ട്. അല്ല, അപ്പന് പ്രായമായിട്ട് ഇപ്പോഴും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞതാ. അപ്പന് ബുദ്ധിയുണ്ടെന്ന് നീ സമ്മതിച്ചല്ല? സമ്മതിച്ചു. അല്ല അപ്പൂപ്പ, എന്ത്? എനിക്ക് ടൂറിന് പോണം. എന്നിട്ടാണ് നീ ഇവിടെ കിടന്ന് കുത്തി ചാടിയത്? ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് മക്കൾ പെട്ടെന്ന് പോ. എന്റെ കോമഡിക്കാരാ, അതാണോ ഞാൻ പറഞ്ഞേ? പിന്നെ എനിക്ക് പിക്നിക്കിന് പോണം. നിന്റെ ടെക്നിക്ക് നീ അങ്ങ് കയ്യിൽ വെച്ചാ മതി. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ എന്തായിരുന്നു വിഷയം? മാത്സ് ആയിരുന്നു വിഷയം. മാഷല്ലായിരുന്നു വിഷയം, നീ ആയിരുന്നു വിഷയം. നീ എന്തിനാണ് സ്കൂളിൽ പരീക്ഷയ്ക്ക് പാഠപുസ്തകത്തിൽ നിന്ന് പേജും പരിശീലനം കൊണ്ടുപോയത്? അതിന്റെ കാരണം ടീച്ചറാണ്. ടീച്ചറാ? അപ്പൂപ്പ, ഈ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ട് ചെല്ലാൻ പറഞ്ഞതാര്? ടീച്ചർ. ഈ റേഷൻ കാർഡിന്റെ കോപ്പി കൊണ്ട് ചെല്ലാൻ പറഞ്ഞതാര്? അത് ടീച്ചർ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ടീച്ചർ പറഞ്ഞ പാഠപുസ്തകത്തിലെ പേജും കീറിക്കൊണ്ട് ചെല്ലായി? ടീച്ചറിന് തിരക്കല്ലേ അപ്പൂപ്പ, ചിലപ്പോ മറന്നുപോയതായിരിക്കും. അപ്പൊ ചോദിക്കുമ്പോ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ ഇത്ര ചെയ്തുള്ളൂ, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഈ ടീച്ചർ എന്നെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയണത്. എന്നിട്ട് കിലുക്കത്തിലെ ദേവത കളിച്ചൊക്കെ രക്ഷപ്പെടുകയാണല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് നിന്നെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? സ്കൂളിൽ പോയി എല്ലാ മത്സരത്തിനും പങ്കെടുത്ത് ഓരോ സമ്മാനങ്ങൾ മേടിക്കാനാണ്. എന്നിട്ടാണ് കഴിഞ്ഞ ശാസ്ത്രമേളയ്ക്ക് ടീച്ചർ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോണെന്ന് പറഞ്ഞപ്പോ അപ്പൂപ്പ എനിക്ക് എന്തോന്ന് ഉണ്ടാക്കി തന്നെ? 10 പഴംപൊരിയും 25 ഉഴുന്ന് വടയും. അത് തിന്നിട്ട് സാറന്മാർ എന്തൊരു അഭിപ്രായം പറഞ്ഞു? ഞാൻ ഭക്ഷ്യമേളക്കല്ല പോയത്, ശാസ്ത്രമേളക്കാണ്. ഇപ്രാവശ്യം ഇതുപോലത്തെ വല്ലതും ആണോ? അന്ന് അപ്പൂപ്പൻ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു മക്കളെ. എന്തായാലും ഇപ്രാവശ്യം അപ്പൂപ്പ അടിപൊളി സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സർപ്രൈസ് ആണ് ആയിരിക്കുന്നത്. ഈ കീറ തുണിയാണോ ഞാൻ കൊണ്ടുപോണ്ടേ? അല്ല, അതിന്റെ അടിയില് തുറക്കപ്പൂപ്പ. അല്ല, ഇതെന്തോന്നപ്പൂപ്പ? ഇതാണ് ഡാമും പരിസര പ്രദേശങ്ങളും. ദാണ്ട നോക്കിയാണ് അപ്പൂപ്പന്റെ പെൻഷൻ പൈസന്ന് 10-60,000 കൂട്ടി വെച്ച് അപ്പൂപ്പ ഉണ്ടാക്കിയതാണിത്. തൊഴിൽ അത് ഉണങ്ങിയിട്ടില്ല, അത് ഉണങ്ങി കഴിയുമ്പോ മക്കൾക്ക് തൊടാൻ കേട്ടാ. എന്തായാലും ഇപ്രാവശ്യം എനിക്ക് എന്നാ ഫസ്റ്റ്. ആണ്ട, ഈ പ്രാവശ്യം മക്കള് ഫസ്റ്റ് മേടിക്കണം. അങ്ങനെയെങ്കിലും കഴിഞ്ഞ വർഷത്തെ ആ പഴംപൊരിയുടെ പരാതി അങ്ങ് തീരുവല്ല. പക്ഷിസങ്കേതത്തിൽ നിന്ന് കൂട്ടം തെറ്റി വന്ന ഏതോ ഒരു വേളിക്കൊക്ക. ഞാൻ വേളിക്കൊക്കും കാക്കയൊന്നുമല്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല, ഞാൻ കമ്പോസർ ഇളംകുളം. മക്കൾക്ക് മനസ്സിലായ? കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് വളം അല്ലെന്ന്, ഡാൻസ് കമ്പോസർ ഇളംകുളം. ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെന്നേ കൊച്ചിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. ആ ഡാൻസ് പഠിപ്പിക്കാൻ ആളാണ് ഞാൻ. ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ ഇത്തിരി റെസ്പെക്ട് ഒക്കെ കൊടുക്കാം കേട്ടോ. നിന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് ഗോസ്റ്റിനെ പറഞ്ഞു വിടുന്ന കാര്യം അല്ലേ? ഗോസ്റ്റ് ചേട്ടാ, ഞാൻ വന്നപ്പം പോലെ കളവാ നിങ്ങൾ എന്നെ കയറി മാന്തുന്നുണ്ടോ? മര്യാദക്കിരുന്നല്ലേ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും കേട്ടോ. ഞാൻ ആരെന്നറിയാമോ? അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവനാണ്. പട്ടാളക്കാരനായിരുന്നു പറയണ്ടേ? ഇത് പട്ടാളക്കാരനൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലെ
പിള്ളേര് മാങ്ങ പറിക്കാതിരിക്കാൻ വേണ്ടിട്ട് വീട്ടിന്റെ അതിർത്തി കയറി മയിൽക്കൂറ്റി പോലെ കയറി അങ്ങ് നിൽക്കും. ഓ അപ്പൊ മാമ്പഴത്തിന് കാവൽ നിൽക്കുന്ന മലയണ്ണ. അല്ല എനിക്ക് ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ ആഴ്ചയിൽ 5000 രൂപ വെച്ച് എനിക്ക് ഫീസ് തന്നേ പറ്റൂ. 2 വർഷത്തെ ഫീസ് ഉണ്ടെങ്കിലേ ഞാൻ എന്റെ കൊച്ചിനെ എൻട്രൻസ് എഴുതിയിട്ട് MBBS വഴി അങ്ങ് ഡോക്ടർ ആക്കിയാനാ. മനസാക്ഷി വേണോടാ. എന്നാ ഞാൻ പോകുമ്പോ എനിക്ക് ഇച്ചിരി മനസാക്ഷി പുതുങ്ങി തരണേ. എന്തിന്? എന്റെ പിള്ളേർ വിശക്കുമ്പോ മനസാക്ഷി പുഴുങ്ങി കൊടുക്കാം. മനുഷ്യ എനിക്ക് ചിലപ്പം എനിക്ക് കുടുംബം ഒക്കെ ഉണ്ട്, എനിക്ക് ജീവിക്കണ്ടേ. മാത്രമല്ല ഈ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര സംഭവമല്ല. ഇത് പഠിക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനും പറ്റത്തില്ല. നീ ഇങ്ങോട്ട് കൂടുതൽ ഉണ്ടാക്കണ്ട. ഞാന് പഴയ അക്രോബറ്റിക്കാരനാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി പഴയ ആക്രി വർക്കുകാരൻ. ആക്രി വർക്കാരനല്ല, അക്രോബറ്റിക് ഡാൻസുകാരനാണെന്ന്. ഈ തള്ളിയ കണ്ണും വെച്ചു. അത് ചില സമയത്ത് എനിക്ക് വികാരം വരുമ്പോഴേ ഇത് ചോദിക്കാതെ തള്ളി വരും. കയറിപ്പോ അകത്തോട്ട്. ഞാൻ ഈ തറയിൽ ഒരു കുതിപ്പ് കുതിച്ചിട്ട് അങ്ങ് മേളിൽ ചെന്നാട്ടല്ലോ 1.5 മിനിറ്റ് എന്ന് കറങ്ങും. അറിയാവോ? ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് മേളയ്ക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു കുതിപ്പ് ഞാനങ്ങ് കുതിച്ച് 1.5 മണിക്കൂറാണ് ഞാൻ മേളിൽ നിന്ന് കറങ്ങിയത്. പിന്നെ എങ്ങനെ താഴെ ഇറങ്ങി? അവസാനം ഫാന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കമ്പിന് കുത്തി താഴെ ഇട്ടു അപ്പൂപ്പനെ. കിടന്ന് കറങ്ങി വരുന്നില്ലയോ? പിന്നെ എനിക്ക് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ അറിയാം. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നതാണ് ഈ ആക്രോബാറ്റിക്കും കൂടെ പഠിച്ചാൽ കൊള്ളാവുന്ന. അത് പഠിക്കണമല്ലേ? മെയ്യിന് നല്ല വഴക്കം വേണം. മെയ് വഴങ്ങണം. അപ്പൊ ഈ മെയ് ഒന്ന് വഴക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിട്ട് തിരുമിയാ മതി. നിങ്ങളുടെ മുതുകിട്ട് തിരുമിയാൽ എന്റെ മെയ് വഴങ്ങും. അതല്ലെന്ന്, ഈ എണ്ണയിട്ട് തിരുമിയാ മതിയെന്ന്. ഇതിട്ട് തിരുമിയാ വഴങ്ങുമോ? വഴങ്ങും, തിരിയും, ഒടിയും, പെനയും എല്ലാം ചെയ്യും. എന്തോ തെളിവെന്തോ? ഇതിട്ട് തിരുമിയാ വളയുന്നുള്ളതിന് തെളിവെന്തോ? എടാ എന്റെ വീട്ടിലെ വാർക്കപ്പടിക്ക് 32 ഇഞ്ചിന്റെ കമ്പി ദാ ഈ എണ്ണയിട്ട് തടവിട്ടാ വളഞ്ഞു വന്നത്. അറിയാവോ? ഇത് ആര് പഠിപ്പിച്ച്? ആശായി. എന്റെ ദൈവമേ, ഈ വന്ന കാലത്ത് കള്ളം പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്. അങ്ങനെ സംസാരിക്കാ ചേട്ടാ. എടാ എനിക്ക് ഒരുപാട് ടെക്നിക്ക് അറിയാം. എന്തോ ടെക്നിക്ക്? നീ മുടി ചീപ്പുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് തെറ്റി. ഞാൻ മുടി ചീക്കാറില്ല. അതെന്ത് ചേട്ടാ? ചീപ്പ് അവനെ തെറി വിളിക്കും. അതുകൊണ്ടല്ലെന്ന്. മുടി ചീക്കി കഴിഞ്ഞാൽ ഫിഗർ ഔട്ട് ആവുമെന്നാണ് എന്റെ ഹെയർ ഡ്രസ്. നിന്റെ കേസ് ഇവിടെ. ഈ മനുഷ്യരെങ്ങനെയാണ് മുടി ചീപ്പ്? മനുഷ്യര് സാധാരണ കൈവച്ച് ഇങ്ങനെ ആണല്ലേ? ഞാൻ കാല് വെച്ചാണ് മുടി ചീപ്പ്. കള്ളത്തരം പറയും. തന്നെന്ന്. നീ നടക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കാലം കൊണ്ട് ഇങ്ങനെ. ഞാൻ കൈവരൽ കുത്തിയാണ് നടക്കുന്നത്. തല്ലെന്ന്. സത്യം. എടാ ഞാനേ നിന്റെ ഈ സിനിമാറ്റിക് ഡാൻസ് എനിക്ക് നല്ലോണം അറിയാം. നല്ലോണം അറിയാം. 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അടുക്കള മുറ്റത്തോട്ട് ഇറങ്ങുന്നു. അതല്ലെന്ന്, സിനിമാറ്റിക് ഞാൻ ഡിസ്കോടെ 2 സ്റ്റെപ്പ് കാണിച്ചു തരാന്ന്. ഡിസ്ക് ഒക്കെ കാണിച്ചോ, പക്ഷെ ഡിസ്ക് തെറ്റി ഇവിടെ കിടക്കരുത്. അതൊന്നുമില്ല. കാണിച്ചോട്ടെ. അപ്പൊ അവിടുന്ന് ഡാൻസ് തുടങ്ങുമ്പോ പാട്ടിടണം കേട്ടാ. ആക്ഷൻ കോമഡിയുടെ ആളാ. ഇട്ടോ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതല്ലേ? ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ടിരുന്ന പാട്ടില്ലേ? ഓ മറ്റേ പാട്ട്. ഞാൻ ഇപ്പൊ ഇട്ടേരാ. DISCO 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 ഡിസ്കോ ഡിസ്കോ DISCO 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 ഡിസ്കോ ഡിസ്കോ സ്വർണ്ണത്താമര കിളിയേ തങ്കത്താഴിക കൂടവേ ഉള്ളിലാനന്ദത്തിൻ താളം. അയ്യോ അയ്യോ ഊപ്പാടുന്നു മനുഷ്യൻ ഊപ്പാടുന്നു. എനിക്കറിയണം. ഈ പുള്ളിയോടാണോ നീ ജീവിക്കുന്നത്? നിന്റെ ജീവിതം പോകും. അയ്യോ അതെടുത്ത് കുടിച്ചോ. എന്തോന്ന് കോളേടാ ഇത്? നെഞ്ച് ഭയങ്കര എരിച്ചിൽ. അത് കോള ജ്യൂസ് ഒന്നും അല്ലെന്ന്. പെട്രോൾ തീർന്ന് എന്റെ ബൈക്ക് വഴിക്കിരിക്കുക. തിരിച്ചു പോകുമ്പോ അതിനെ തൊഴിക്കാനായിട്ട് പെട്രോൾ വാങ്ങിച്ചു വെച്ചേക്കും. ഞാനിപ്പോ എന്ത് ചെയ്യും? അപ്പ പെട്ടെന്ന് കുറച്ചു ദൂരം ഓട്. എന്തിന്? അപ്പൂപ്പന്റെ മൈലേജ് എത്രന്നറിയാലോ? മാറി ഞാൻ ഓടി എവിടെങ്കിലും മറിഞ്ഞു വിടാ. എന്തോ ചെയ്യും? വീണാലും വേണം പേടിക്കണ്ട. ചരിച്ചിട്ട് കിക്കറിന് 2 ചവിട്ടി ഞാൻ എടുത്തോണ്ട് വന്നോളാം. കിക്കറിന് അടിച്ചെടുക്കാൻ ഞാന് ലംബോദരൻ എന്റെ പേര്, അല്ലാതെ ലാംബി സ്കൂട്ടർ എന്നല്ല. അയ്യോ അടിപൊളി സാധനം ഇത്. ഡാമ് പൊട്ടി. അയ്യോ ഡാമ് പൊട്ടിയേ. പിള്ളേരെ വിളിച്ചോണ്ടിറങ്ങി ഡാമ് പൊട്ടിയെന്ന്. കൊച്ചു ഓട് വെച്ചാ ഡാമ് പൊട്ടിയെന്ന്. മുടിയിൽ 16 കളർ അടിച്ചവരെ ആ ഡാമ് പൊട്ടിയതല്ല. എന്റെ കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച ഡാമ നീ പൊട്ടിച്ചത്. ദൈവമേ, ഇനി എന്റെ ശാസ്ത്രമേളയ്ക്ക് എന്റെ കൊച്ചെങ്ങനെ സമ്മാനം മേടിക്കും? അണ്ണാ ഒന്നും പേടിക്കണ്ട. കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് സമ്മാനം കിട്ടിയാൽ മതിയല്ലോ. മതി. ഇത് ഇതുപോലെ അങ്ങോട്ട് കൊണ്ട് കാണിച്ചാൽ മതി. കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. എടാ കൊച്ചി ഇതിനെ ഇതുപോലെ കൊണ്ട് കാണിച്ചിട്ട് എന്തോന്ന് പറയും? ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പരിസരത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കാണിക്കുന്ന മിനിയേച്ചർ അങ്ങനെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് പ്രൈസ് കിട്ടും. സേവ് ദ ഡാം.